പലപ്പോഴും പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ അണികളുടെ വികാരത്തിനൊപ്പം ഉറച്ചു നിന്ന ചരിത്രമുള്ള നേതാവാണ് പി ജയരാജൻ. റവാഡ ചന്ദ്രശേഖരനെ DGP ആയി നിയമിച്ചതിന് പിന്നാലെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ചാണ് പി ജയരാജൻ തന്റെ വ്യത്യസ്തമായ നിലപാട് വെളിപ്പെടുത്തിയത്. കൂത്തുപറമ്പിലെ CPM പ്രവർത്തകൻ എന്ന നിലക്ക് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ 3 പേരുകളിൽ 2 പേരെ പറ്റിയും അന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് DGP ആയി പരിഗണിക്കുമ്പോൾ ആ 3 പേരിൽ റവാഡ ചന്ദ്രശേഖരനെയാണ് മന്ത്രിസഭ തീരുമാനിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മറ്റു നേതാക്കളും കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് വാദിച്ചു. മുഖ്യമന്ത്രിയാകട്ടെ നിയമനത്തെ ന്യായീകരിക്കുകയും ചെയ്തു. അതായത് സർക്കാരല്ലല്ലോ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കുക ആണോ? ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ ശരി. അല്ലെങ്കിൽ പിന്നെ ആരാ? കമ്മീഷനുമല്ല, പിന്നെ ആരാ? കോടതിയാണ്. കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി വല്ലാതെ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടാവും. PJ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും കൺഫ്യൂഷനും ഇല്ല, ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, തീർന്നില്ല. എന്നാൽ വീണ്ടും മാധ്യമങ്ങളെ കണ്ട പി ജയരാജൻ തന്റെ നിലപാട് ആവർത്തിച്ചു. പാലക്കാട് വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വിഷയം മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യധാരയിൽ ചർച്ചയാക്കുകയാണ് പി ജയരാജൻ. കേന്ദ്ര ഗവൺമെന്റ് അയച്ചു വന്നിട്ടുള്ള 3 പേരുകൾ, ആ 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്. ഒറ്റ നിലപാടേ ഉള്ളൂ. വെടിവെപ്പിന്റെയും സമരത്തിന്റെയും ഇരകളായ ആയിരക്കണക്കിന് പാർട്ടി അണികളുടെ വികാരത്തിനൊപ്പം നിൽക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് പി ജയരാജൻ. ജയരാജന്റെ സ്വദേശമാണ് കൂത്തുപറമ്പ്. 1994 വെടിവെപ്പിൽ 6 പേർ രക്തസാക്ഷിത്വം വരിച്ച മണ്ണ്. കണ്ണൂരിലെ പാർട്ടിയിൽ ജയരാജൻ സ്വാധീനം ഉറപ്പിച്ചതും അണികളുടെ വികാരത്തിനൊപ്പം നിൽക്കുന്നുവെന്ന ബോധ്യപ്പെടുത്തലിലൂടെയാണ്. ആ വികാരം പാർട്ടിക്കും സർക്കാരിനും മേളിലായി വീണ്ടും പ്രകടിപ്പിക്കുകയാണ് പി ജയരാജൻ.